2015-2020 വർഷം ജില്ലാ പഞ്ചായത്ത് തിരുവമ്പാടി ഡിവിഷനിൽ നിന്നും ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട CK കാസിം കഴിഞ്ഞ 5 വർഷങ്ങളിലായി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിനും പിന്തുണ നൽകിയ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നന്ദി അറിയിക്കുന്നതിനുമായി മുക്കത്ത് വാർത്താ സമ്മേളനം നടത്തി. തിരുവമ്പാടി ഡിവിഷനിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 11,65,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായി CK കാസിം അവകാശപ്പെട്ടു. 2015-2020 വർഷം ജില്ലാ പഞ്ചായത്ത് തിരുവമ്പാടി ഡിവിഷനിൽ നിന്നും ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട CK കാസിം കഴിഞ്ഞ 5 വർഷങ്ങളിലായി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിനും പിന്തുണ നൽകിയ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നന്ദി അറിയിക്കുന്നതിനുമായാണ് മുക്കത്ത് വാർത്താ സമ്മേളനം നടത്തിയത്. 4 പഞ്ചായത്തുകളിലെ വിവിധ സ്ഥലങ്ങൾ ഉൾപ്പെട്ട തിരുവമ്പാടി ഡിവിഷനിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 11,65,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായി CK കാസിം അവകാശപ്പെട്ടു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ ഗേറ്റുംപടി റോഡ് റീടാറിംഗ്, കക്കുണ്ട് മറിയപ്പുറം റോഡ് റീടാറിംഗ്, ഇരുമ്പകം കാളിയാമ്പുഴ റോഡ് നവീകരണം, അഗസ്ത്യമൂഴി സ്റ്റേഡിയം പുനരുദ്ധാരണം, വാപ്പാട് SC കോളനി റോഡ്, തിരുവമ്പാടി അമ്പലപ്പാറ തോട്ടത്തിൻകടവ് റോഡ്, തൊണ്ടിമല സ്കൂൾ ഇരുന്നംകുഴി റോഡ്, ഒറ്റപ്പൊയിൽ നെല്ലാനിച്ചാലിൽ റോഡ്, പെരുമാലിപ്പടി പാമ്പിഴഞ്ഞപാറ റോഡ്, തൊണ്ടിമൽ കിണർ ഗേറ്റുംപടി റോഡ് എന്നിവ ഉൾപ്പെടും. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ 3,31,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങളിൽ തോട്ടുമുക്കം വാലില്ലാപ്പുഴ റോഡിന് 3 ഘട്ടങ്ങളിലായി നൽകിയ 1,69,00,000, തോട്ടുമുക്കം പത്തനാപുരം റോഡ്, തോട്ടുമുക്കം മേടർഞ്ഞി റോഡ്, പഴമ്പറമ്പ് കുറ്റിക്കാട്ടുകുന്ന് റോഡ്, കൊട്ടുപുറത്തുകണ്ടി പഴമ്പറമ്പ് റോഡ്, അയലക്കോട് കുടിവെള്ള പദ്ധതി, മുത്തോട് കുടിവെള്ള പദ്ധതി, ഇരിപ്പേൽ കുടിവെള്ള പദ്ധതി എന്നിവയാണ് ഉൾപ്പെടുന്നത്. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ 92 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളിൽ താഴെ കൂടരഞ്ഞി മുതുവമ്പായി റോഡ്, പഞ്ചായത്ത് ഓഫീസ് തിരുവമ്പാടി റോഡ്, കോലോത്തുംകടവ് കൂട്ടക്കര റോഡും കലുങ്കും ഉൾപ്പെടും. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ 5,87,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങളിൽ വല്ലത്തായിപ്പാറ കൊളമുണ്ടായി റോഡ്, ആനയാങ്കുന്ന് പഞ്ചായത്ത് ഓഫീസ് റോഡ്, പാറത്തോട് മോലിക്കാവ് റോഡ്, മുക്കംകടവ് പാലം തേക്കുംകുറ്റി റോഡ്, കറുത്തവറമ്പ് എള്ളങ്ങൽ റോഡ്, വലിയവറമ്പ് മാളിയേക്കൽ റോഡ്, നെല്ലിക്കാപ്പറമ്പ് മാട്ടുമുറി ജംഗ്ഷൻ റോഡ്, തണ്ണീർപ്പയിൽ മുണ്ടയിൽ റോഡ്, മുരിങ്ങമ്പുറായി മലാങ്കുന്ന് മുണ്ടയിൽ റോഡ്, കാരശ്ശേരി കറുത്തവറമ്പ് റോഡ്, കൂട്ടക്കര കുന്തഞ്ചാരി മരഞ്ചാട്ടി റോഡ്, കക്കാട് സ്റ്റേഡിയം നവീകരണം, സർക്കാർ പറമ്പ് കുടിവെള്ള പദ്ധതി, എടാരം മേച്ചേരി കുടിവെള്ള പദ്ധതി, കുന്നത്ത് കുടിവെള്ള പദ്ധതി, കാരാട്ട് കോളനി കുടിവെള്ള പദ്ധതി, കൊളോർമൽ കുടിവെള്ള പദ്ധതി, ഇരുവഴിഞ്ഞിപ്പുഴ സംരക്ഷണം കൽട്രോൺ ഡെപ്പോസിറ്റ് പ്രവൃത്തി, കാരമൂല പുഴയോര സംരക്ഷണം, കാരശ്ശേരി അറവുശാല ഗ്രാമപഞ്ചായത്തിന് ഡെപ്പോസിറ്റ് എന്നിവയാണ് ഉൾപ്പെടുന്നത്. തിരുവമ്പാടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് വിവിധ റോഡുകൾക്കും സ്റ്റേഡിയങ്ങൾക്കും കുടിവെള്ള പദ്ധതികൾക്കും പുഴ നവീകരണത്തിനൊക്കെയായി 11,67,00,000 രൂപയുടെ പ്രവൃത്തിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിലൊരു 1-2 പ്രവൃത്തി വെച്ച് ബാക്കിയെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, യാഥാർത്ഥ്യമായതാണ്. 2 പ്രവൃത്തികൾ മാത്രമാണ് ഇനിയിപ്പം ഭാഗികമായിട്ടെങ്കിലും പൂർത്തിയാകുന്നത്. അതിൽ തിരുവമ്പാടി പഞ്ചായത്തിൽ നമ്മൾ 2,07,00,000 രൂപയുടെ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ട്. റോഡ് പ്രവൃത്തികളും സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ, SC കോളനി റോഡ് ഉൾപ്പെടെ. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലേക്ക് വരുമ്പോൾ 92 ലക്ഷം രൂപയുടെ പ്രവൃത്തി കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡിലായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലേക്ക് മുഴുവനായിട്ടും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൂടരഞ്ഞി ജില്ലാ പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ളതാണ്. അവിടെ 5,37,00,000 രൂപയുടെ പ്രവൃത്തി നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിലൊരു റോഡ് മാത്രമാണ്, കുന്തഞ്ചാരി റോഡ് മാത്രമാണ് പ്രവൃത്തി ഇനി പൂർത്തിയാകാനുള്ളത്. അതുപോലെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 3,31,00,000 രൂപയുടെ പ്രവൃത്തി നമ്മൾ നടത്തിയിട്ടുണ്ട്. അവിടെ എല്ലാ പ്രവൃത്തികളും പൂർത്തിയായിട്ടുണ്ട്. മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം CK കാസിമിനൊപ്പം UDF നേതാക്കളായ അബ്ദു കോയങ്ങോറൻ, യൂനുസ് പുത്തലത്ത് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.